ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് റമദാൻ 27 അതിനു വേണ്ടി നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണമാക്കി വെക്കുകയാണ്. ചെറിയ കഷ്ണമാക്കിയ ശേഷം ഇത് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. അങ്ങനെ വേവിച്ചിട്ട് വന്നിട്ടുള്ള ക്യാരറ്റാണ് കാണുന്നത്, നല്ല ആവൽ. പിന്നെ അത് തണിഞ്ഞതിന് ശേഷം നമ്മൾ ക്യാരറ്റ് ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും പാലും ഒഴിച്ചിട്ട് നമുക്ക് ജ്യൂസ് അടിച്ച് വരാം കേട്ടോ. പിന്നെ വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ജ്യൂസ് അടിച്ചെടുക്കാം. അപ്പം നമ്മളെ ക്യാരറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈത്തപ്പഴ അപ്പമാണ് ചൂടാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡ്രസ്സ് എടുക്കാനാണ് പോയത്. ഡ്രസ്സിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ബാക്കിയുള്ളത് നമ്മൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈത്തപ്പഴം മൈദൻ്റെ മാവിൽ കോട്ട് ചെയ്തിട്ട് എണ്ണയിലേക്ക് പൊരിക്കാൻ എടുക്കുകയാണ്. അങ്ങനെ നല്ല പൊരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ കടി ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ നോമ്പ് നോക്കിയിട്ട് ഷോപ്പിങ്ങെല്ലാം പോയതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ ഒരു തരം അപ്പയും ഉണ്ടാക്കിയിട്ടു. അപ്പം ഇതാണ് നമ്മൾ ഉണ്ടാക്കിയത്. പിന്നെ കുറേ കുണ്ടിൽ പാത്രവും എല്ലാം ഉണ്ടായിരുന്നു, കുറേ കൗവാനെല്ലാം നമുക്ക് ജ്യൂസും എല്ലാം. പിന്നെ എല്ലാം കൗവയാണ്, മറ്റേ നോമ്പ് ഓർക്കാനായി. അപ്പോൾ പാത്രമെല്ലാം കൗവിയിട്ട് വെക്കുകയാണ്. പിന്നെ മേശയെല്ലാം കച്ചറയിലുള്ളതെല്ലാം ഇതാക്കി തുടച്ച് മാറ്റി. പിന്നെ ബത്തക്ക മുറിച്ചിട്ടുണ്ട്. ബത്തക്ക മുറിച്ച് പീസ ആക്കിയിട്ട് പ്ലേറ്റിലേക്ക് ഇടുകയാണ്. അപ്പം നമ്മളെ ഇന്നത്തെ നോമ്പ് തുറക്ക് ഇത്രയാണുള്ളത്. ചായ കൊണ്ട് ബത്തക്കയും പിന്നെ ക്യാരറ്റ് ജ്യൂസും കസ്കസ് ജ്യൂസും പിന്നെ ഈത്തപ്പഴത്തിൻ്റെ അപ്പവും പിന്നെ പിസ്താൻ്റെ പുഡിങ് ഉണ്ടായിരുന്നു ഇന്നത്തെ ബാക്കിയുള്ളത്. പിന്നെ നോമ്പ് തുറന്നു. അപ്പോൾ ഞാൻ ക്യാരറ്റ് ജ്യൂസാണ് കുറച്ച് കുടിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുഡിങ് കഴിച്ചു, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈത്തപ്പഴ അപ്പമാണ് നോക്കാൻ പോകുന്നത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മൈദൻ്റെ കോട്ടിങ് ഉണ്ട്, നല്ല ഇതായിട്ടുണ്ടായിരുന്നു. നമ്മളെ പൂച്ച നമ്മളെ റൂമിലേക്ക് വരുന്നു കേട്ടോ. നമ്മൾ കിടക്കുന്ന റൂമിലേക്ക് വരലാന്ന് എപ്പം. പിന്നെ ഇതാണ് ഡ്രസ്സിൻ്റേത്. ഇത് ഞങ്ങൾക്ക് എടുത്ത ഡ്രസ്സാണ് കേട്ടോ. ഇത് അതിൽ വെക്കാൻ മറന്നിട്ടുണ്ട്. അപ്പം ഞാൻ വേറെ പീടികയിൽ നിന്നാണ് ഡ്രസ്സ് എടുത്തത്, വലിയ ആള ഷോപ്പിൽ നിന്ന്. അപ്പം അവിടെ നല്ല കളക്ഷനെല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് പറ്റിയതെല്ലാം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ട്രയൽ റൂമിലെല്ലാം പോയി ഇട്ട് നോക്കി. എനിക്ക് മാച്ചായിട്ടുള്ള ഒരു കുപ്പായം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത്, ഇതാണ് ഞാൻ എടുത്ത കുപ്പായം. അപ്പം നല്ല വേണ്ട ട്രയൽ റൂമിലെല്ലാം ഇട്ട് നോക്കി. പിന്നെ എനിക്ക് ഇങ്ങനത്തെയാണ് ഇഷ്ടപ്പെട്ടത്, പറഞ്ഞില്ല. പിന്നെ എൻ്റെ അനിയന് വേറൊരു കുപ്പായം നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ അപ്പുറത്തെ വേറൊരു പീടികയിലേക്ക് പോയി. അവിടുത്തെ കാഴ്ചകളുടെ അവിടെ പിന്നെ അനിയനെല്ലാം കുപ്പായം എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ആൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടത്, ഈദ് ഷോപ്പിങ്ങിൻ്റെ. കുറേ ആൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഈദ് ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഇടുമോയെന്ന്. അപ്പം അത് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. വീഡിയോ മുഴുവനായി കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബായ്. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.